പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ രണ്ടാമത്തെ ബ്ലോക്കായ അപ്രീസിയേഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസിലെ ഒന്നാമത്തെ മുസാഹമാത്ത് ഹന്നാമീന ഫി ഖിസ്സത്തി വൽ റിവായ, ഹന്നാമീനയുടെ കഥയിലെയും അതേപോലെ നോവലിലെയും സംഭാവനകൾ എന്ന യൂണിറ്റ് 1 കുറിച്ചാണ്. ഹന്നാമീന റുവായി സൂരിയ. ഹന്നാമീന ഒരു സിറിയൻ നോവലിസ്റ്റാണ്. കാഫിഹ് കസീറൻ ഫി ബിദായത്തി ഹയാത്തിഹി, ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടു. ഇസ്താല ഫി മെഹനിൻ കസീറ, അദ്ദേഹം നിരവധി ജോലികൾ ചെയ്തു. സാഹമ ഫി തഅസീസി റാബിത്തത്തിൽ കുത്താബിൽ സൂരിയീന വഇത്തിഹാദുൽ കുത്താബുൽ അറബ്, സിറിയൻ എഴുത്തുകാരുടെ കൂട്ടായ്മയും അറബ് എഴുത്തുകാരുടെ യൂണിയനും സ്ഥാപിക്കുന്നതിൽ പങ്കാളിയായി. റിവായത്തുൽ ഉല അൽ മസാബിഹ് അസ്സർഖാ, അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ അൽ മസാബിഹു അസ്സർഖാ, നീല വിളക്കുകൾ എന്നാണ് അൽ മസാബിഹ് അസ്സർഖാൻ്റെ അർത്ഥം. ഹുവ മിൻ റുവാദിൽ വാഖഇയ ഫി റിവായത്തിൽ അറബിയ, അറബിക് നോവലുകളിലെ റിയലിസത്തിൻ്റെ മുൻനിരക്കായ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. തനാവല ഫി അമാലിഹിൽ ഖസസിയ മഅനാത്ത് തബഖാത്തുൽ ഫഖീറ വൽ ഖാദിഹ, തൻ്റെ കഥകളിൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെയും ദുരിതങ്ങൾ അദ്ദേഹം പ്രമേയമാക്കി. റക്കസ അലാ തസ്വീരി ഹയാത്തി അഹ്ലിൽ ബഹരി മിമ്മാ ജഅലഹു യുഅറഫു ബി റുവാഇൽ ബഹർ, കടൽ തീരത്തെ ജനങ്ങളുടെ ജീവിതം ചിത്രീകരിക്കൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനാൽ അദ്ദേഹം കടലിൻ്റെ നോവലിസ്റ്റ് എന്നറിയപ്പെട്ടു. തമയ്യസ ഉസ്ലൂബുഹു ബിൽ ബസാതത്തി വസ്സലാസത്തി മുവദ്ദിഫൻ ലിൽ ലഹ്ജത്തിൽ ആമിയത്തി അഹ്യാനൻ ഫി ഖസസിഹി വരിവായാത്തിഹി, ലാളിത്യം ഒഴുക്കുമുള്ള ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. കഥകളിൽ ചിലപ്പോഴൊക്കെ പ്രാദേശിക ഭാഷയും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ചെറുകഥാ സമാഹാരങ്ങളും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ലഹു അക്സറു മിൻ 30 റിവായത്തി വൽ അദീദി മിൻ മജ്മുഅത്തി ഖസസിയ്യത്തിൻ ബിൽ ഇളാഫത്തി ഇല ദിറാസാത്തി വൽ അബ്ഹാത്തി ഹൗല മൗദിഇ ശത്ത, 300-ലധികം നോവൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 30 നോവലുകളുണ്ട്. വൽ അദീദു മിൻ മജ്മുഅത്തിൽ ഖസസിയ്യത്തിൻ ബിൽ ഇളാഫത്തി ഇല ദിറാസത്തി വൽ അബ്ഹാത്തി ഹൗല മൗദിഇ ശത്ത, കൂടാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒപ്പം നിരവധി ചെറുകഥാ സമാഹാരങ്ങളും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മത്താ ഉലിദ ഹന്നാമീന വ ഐന, ഹന്നാമീന എപ്പോൾ എവിടെ ജനിച്ചു? ആൻസർ, ഉലിദ ഹന്നാമീന ഫി മദീനത്തിൽ ലാദിഖിയ ആമ 1924, ഹന്നാമീന ലാദിഖിയ എന്ന പട്ടണത്തിൽ 1924 ജനിച്ചു. മാ ഹുവ ളുറൂഫുല്ലത്തി ഉജ്ബിറത്ത് ഹന്നാമീന അലാ തർക്കി ദിറാസത്തി വൽ അമലി ഫി മെഹ്നിൻ ശത്ത, വ്യത്യസ്ത ജോലികളിൽ ജോലി ചെയ്തുകൊണ്ട് ജോലി ഉപേക്ഷിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നിർബന്ധമാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ, ആനി ഹന്നാമീന മിൻ ഫിഖ്രിൻ മുദഖ്ഖഇൻ അജ്ബറഹു അലാ തർക്കി ദിറാസത്തി വൽ അമലി ഫി മെഹ്നിൻ ശത്ത, കഠിനമായ ദാരിദ്ര്യം കാരണം ഹന്നാമീന പഠനം ഉപേക്ഷിക്കാനും വിവിധ ജോലികൾ ചെയ്യാനും നിർബന്ധിതനായി.
അടുത്ത മൂന്നാമത്തെ ചോദ്യം ഉദ്കുർ ബഅദൽ മിഹനില്ലത്തി അമല ബിഹ ഹന്നാമീന ഖബ്ല അൻ യസ്ബഹ റുവായിയൻ. ഒരു നോവലിസ്റ്റ് ആകുന്നതിന് മുമ്പ് ഹന്നാമീന ചെയ്ത ചില ജോലികൾ ഏതെല്ലാം? ആൻസർ عمل حنامين كحلاق وحمال في الميناء اللاذقية وبحار على السفن والمراكب ومصلح الدراجات. എന്തൊക്കെ ജോലികളാണ് ഹന്നാമീന ചെയ്തത്? ലദാഖിയ തുറമുഖത്ത് ബാർബർ, ചുമട്ട് തൊഴിലാളി, കപ്പലുകളിലെ നാവികൻ, സൈക്കിൾ മെക്കാനിക്, ശിശു പരിപാലകൻ, ഫാർമസി ജീവനക്കാരൻ, അതുപോലെ മുറബ്ബ, തുഫാൽ, ആമിലും ഫി സൈദലിയ വസഫ വകാത്തിബ് മുർസിലാത്തുൻ ഇദാഇയത്തിൻ മുവല്ലഫിൻ ഹുക്കൂമി. ശിശു പരിപാലകൻ, ഫാർമസി ജീവനക്കാരൻ, പത്രപ്രവർത്തകൻ, സഹഫി, റേഡിയോ സീരിയൽ എഴുത്തുകാരൻ, സർക്കാർ ജീവനക്കാരൻ എന്നീ നിലകളിൽ ഹന്നാമീന ജോലി ചെയ്തു. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം മാഹിയ റാബിതത്തുല്ലത്തി സാഹമ ഹന്നാമീന ഫി തഅസീസിഹ. ഹന്നാമീന ലീഗ് രൂപീകരിക്കാൻ സഹായിച്ച സംഘടന ഏതാണ്? ആൻസർ സാഹമ ഫി തഅസീസ് റാബിത്തത്തിൽ കുത്താബി സൂരിയീന വത്തിഹാദിൽ കുത്താബിൽ അറബ്. സിറിയൻ എഴുത്തുകാരുടെ കൂട്ടായ്മയും അറബ് എഴുത്തുകാരുടെ യൂണിയനും സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പങ്കാളിയായി. അടുത്ത മത്താ തൂഫിയ ഹന്നാമീന. ഇപ്പോഴാണ് ഹന്നാമീന മരിച്ചത്? ആൻസർ തൂഫിയ ഹന്നാമീന ഫി 21 ഓഗസ്റ്റ് 2018. 2018 ഓഗസ്റ്റ് 21 ഹന്നാമീന മരണപ്പെട്ടത്. ആറാമത്തെ ചോദ്യം മാഹിയ അവ്വലു റിവായത്തിൻ നശറഹ ഹന്നാമീന ഫി അയ്യ ആമിൻ. ഹന്നാമീന പ്രസിദ്ധീകരിച്ച ഒന്നാമത്തെ നോവൽ ഏതാണ്? ഏത് വർഷമാണ്? നശറ ഹന്നാമീന റിവായത്തുഹുൽ ഊല അൽ മസാബിഹു സർഖ് ഫി ആമി 1954. ഹന്നാമീന അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ രചിച്ചത് അൽ മസാബിഹു സർഖത്തെ നോവലാണ് രചിച്ചത് ഫി ആമി 1954 വർഷത്തിൽ. ഏഴാമത്തെ ചോദ്യം മാഹിയൽ മൗദൂഅത്തുല്ലത്തി റകസ അലൈഹ ഹന്നാമീന ഫി റിവായത്തിഹി. തൻ്റെ നോവലുകളിൽ ഹന്നാമീന ശ്രദ്ധ കേന്ദ്രീകരിച്ച വിഷയങ്ങൾ ഏതെല്ലാം? ആൻസർ റകസ ഹന്നാമീന ഫി റിവായത്തിഹി അല മുആനാത്തി തബഖാത്തിൽ ഫഖീറത്തി വൽ ഖാദിഹത്തി സിറാഅൽ ഇൻസാനി മഅൽ ബഹരി ഖളായ മുജ്തമഉഹു ഹുമൂമുൽ ഉമ്മത്തുൽ അറബിയ വൽ ഹുബ്ബ് വറുമാൻസിയ. പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെയും ദുരിതങ്ങൾ, കടലുമായുള്ള മനുഷ്യരുടെ പോരാട്ടം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അറബ് രാജ്യത്തിൻ്റെ ആശങ്കകൾ, പ്രണയം, റൊമാൻറ്റിസം എന്നിവയിലാണ് ഹന്നാമീന തൻ്റെ നോവലുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എട്ടാമത്തെ ചോദ്യം ഉദ്കുർ ബഅദൽ അഅമാൽ ബാസിത്തി ലി ഹന്നാമീന. ഹന്നാമീനയുടെ പ്രധാനപ്പെട്ട ചില കൃതികൾ പരാമർശിക്കുക. മിൻ അഅമാലിഹിൽ ബാസിത്തി അൽ മസാബിഹു സർഖാ അശ്റാഉൽ ആസിഫ അൽസൽജു യഅതി മിനൻ നാഫിദ ബഖായ സൂർ അൽ മുസ്തൻഖഅ അൽ യാതിർ ഹക്കായ ബിഹാർ അദ്ദുഖൽ മുറഫൽ ബഈദ് അറബീഉ വൽ ഖരീഫ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രധാനപ്പെട്ട ചിലതെന്താണ്? അൽ മസാഹിബ് അൽ മസാബിഹ് സർഖാ അശ്റാഉൽ ആസിഫ അൽസൽജു യഅതി മിനൻ നാഖിദ ബഖായ സുവർ അൽ മുസ്തൻഖഅ അൽ യാതിർ ഹക്കായ ബിഹാർ അദ്ദുഖൽ അൽ മുറഫൽ ബഈദ്
الربيع والخريف. ഒമ്പതാമത്തെ ചോദ്യം മാഹിൽ ജാസിത്ത് التي حصل عليها عنامين من المجلس الثقافي لجنوب الإيطالية. ഹന്നാമീന തെക്കൻ ഇറ്റലിയിലെ കൾച്ചറൽ കൗൺസിലിൽ നിന്ന് ലഭിച്ച അവാർഡ് ഏതാണ്? حصل حنامين على جائزة المجلس الثقافي لجنوب الإيطالية لعام 1993 عن رواية الصراع والعاصفة كأفضل روايات مترجمة الإيطالية. 1993 ഇറ്റാലിയൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഏറ്റവും മികച്ച നോവൽ എന്ന നിലയിൽ അശ്ശിറാ വൽ ആസിഫ എന്ന നോവലിന് തെക്കൻ ഇറ്റലിയിലെ സാംസ്കാരിക കൗൺസിലിൻ്റെ അവാർഡ് ഹന്നാമിനയ്ക്ക് ലഭിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.